കാർഷിക വാർത്തകൾ. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. വെളിച്ചെണ്ണ ഡിമാൻഡ് കുതിച്ചുയരുന്നു. റബ്ബർ ഉൽപ്പാദനത്തിലെ ഇടിവ് വിലയിൽ പ്രതിഫലിക്കുന്നില്ല. സംസ്ഥാനത്ത് നാളികേരോൽപ്പന്നങ്ങളുടെ വില ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. ക്രിസ്മസ് അടുത്തതോടെ പ്രാദേശിക മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് പതിവിലും ഡിമാൻഡ് ഉയർന്നത് കണ്ട് തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ നിരക്ക് ഉയർത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 100 രൂപ കയറി 21,400 രൂപയായി. കൊപ്രവില 14,000 രൂപയായി ഉയർന്നു. കാങ്കയം മാർക്കറ്റിൽ എണ്ണവിലയിൽ ഇന്ന് മാറ്റം സംഭവിച്ചില്ലെങ്കിലും മില്ലുകാർ കൊപ്ര ശേഖരിക്കാൻ ഉത്സാഹിച്ചത് തമിഴ്നാട്ടിൽ വിലക്കയറ്റത്തിന് വഴിതെളിയിച്ചു. അതേസമയം പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലാന്റിൽ റബ്ബർ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. ഈ മാസം പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിങ്ങിന് അവസരം ലഭിക്കാത്ത ഉൽപാദകർ തോട്ടങ്ങളിൽ നിന്നും വിട്ടുനിന്നതിനാൽ മൊത്തം ഉൽപാദനത്തിൽ ഏകദേശം 1.5 ലക്ഷം ടണ്ണിന്റെ കുറവ് സംഭവിക്കുമെന്നാണ് ആദ്യ വിലയിരുത്തൽ. ഉൽപാദനം സംബന്ധിച്ച് പ്രതികൂല വാർത്തകൾ പുറത്തു വന്നിട്ടും ടയർ വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് മങ്ങിയത് ബാങ്കോക്കിൽ റബ്ബർ വില 20,789 രൂപയിൽ നിന്നും 20,438 രൂപയായി താഴാനിടയാക്കി. കൊച്ചിയിൽ RSS 4ാം ഗ്രേഡ് റബ്ബർ 18,900 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മികച്ച ഇനം ഏലത്തിന് വില ഉയർന്നു. ക്രിസ്മസ് അടുത്തതോടെ പ്രാദേശിക തലത്തിൽ ഏലത്തിന് ഡിമാൻഡ് ഏറുകയാണ്. അതേസമയം കുരുമുളക് വില ഇടിവ് തുടരുന്നു. ഏലത്തിന് കയറ്റുമതി മേഖലയിൽ നിന്നും ആവശ്യമുയർന്നത് മികച്ച ഇനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ 45,104 കിലോ ഏലയ്ക്ക് വന്നതിൽ 42,854 കിലോയും വിറ്റഴിഞ്ഞു. വലുപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3,302 രൂപയായി കയറി. ശരാശരി ഇനങ്ങൾ 2,904 രൂപയിലും ഇടപാടുകൾ നടന്നു. ക്രിസ്തുമസ് അടുത്തതോടെ പ്രാദേശിക തലത്തിൽ ഏലത്തിന് ആവശ്യക്കാരുണ്ട്. എന്നാൽ കുരുമുളക് വിപണിയിൽ നിരാശ പടരുകയാണ്. കുരുമുളക് വില വീണ്ടും കുറഞ്ഞു. അന്തർ സംസ്ഥാന വാങ്ങലുകാർ രംഗത്തു നിന്നും അല്പം പിൻവലിച്ചതുമൂലം ഉൽപ്പന്നവില തുടർച്ചയായ 3ാം ദിവസവും താഴ്ന്നു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 200 രൂപ കുറഞ്ഞ് 64,100 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 7 കാർഷിക ഉൽപ്പന്നങ്ങളുടെ അവധി വ്യാപാര നിരോധനം നീട്ടി. അവശ്യ കാർഷിക ഉൽപ്പന്നങ്ങളിൽ അമിതമായ ഊഹക്കച്ചവടവും ചാഞ്ചാട്ടവും തടയാനാണ് നടപടി. വില നിയന്ത്രിക്കുന്നതിനായി 7 കാർഷികോൽപ്പന്നങ്ങളുടെ അവധി വ്യാപാര നിരോധനം 2025 ജനുവരി 31 വരെ നീട്ടിയിരിക്കുകയാണ് സെബി. ഈ മാസം നിരോധന കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. ബസുമതി ഇതര അരി, ഗോതമ്പ്, കടല, കടുക്, സോയാബീൻ, ക്രൂഡ് ഓയിൽ, പാം, ചെറുപയർ പരിപ്പ് എന്നിവയുടെ കാലാവധിയാണ് അവസാനിച്ചത്. 2021 ഡിസംബർ 19 ആദ്യ നിരോധനം നടപ്പിലാക്കിയത്. ഇത് 2022 ഡിസംബർ 20 വരെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് 2 തവണ നീട്ടി. ആദ്യം 2023 ഡിസംബർ 20 വരെയും തുടർന്ന് 2024 ഡിസംബർ 20 വരെയും. ഇപ്പോൾ 2025 ഡിസംബർ 31 വരെ ട്രേഡിംഗ് നിയന്ത്രണങ്ങൾ നിലനിർത്തിക്കൊണ്ട് സസ്പെൻഷൻ 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ സെബി തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കാലയളവിൽ ഫ്യൂച്ചർ ട്രേഡിംഗ് അനുവദിക്കുന്നില്ലെന്നതാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യവിലയിലും പണപ്പെരുപ്പത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്ന കാർഷികോൽപ്പന്നങ്ങളിൽ അമിതമായ ഊഹക്കച്ചവടവും ചാഞ്ചാട്ടവും തടയാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓയിൽ മിൽസ് കയറ്റുമതിയിൽ 7% ഇടിവ്. 2024 ഏപ്രിൽ മുതൽ 2025 നവംബർ വരെയുള്ള ആദ്യ 8 മാസങ്ങളിൽ കയറ്റുമതി 27.51 ലക്ഷം ടണ്ണായി കുറഞ്ഞു. 2023-24 കാലയളവിലെ 29.64 ലക്ഷം ടണ്ണിൽ നിന്നും 7.15% ഇടിവാണ് ഈ വർഷം ഓയിൽ മിൽ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത്. റാപ്സീഡ് മിൽ, കാസ്റ്റർ സീഡ് എന്നിവയുടെ കയറ്റുമതിയിലുണ്ടായ ഇടിവാണ് മൊത്തത്തിലുള്ള ഓയിൽ മിൽ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിച്ചത്. മത്സ്യത്തീറ്റയ്ക്കും കാലിത്തീറ്റയ്ക്കുമാണ് ഓയിൽ മിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. അതേസമയം ആദ്യ 8 മാസങ്ങളിൽ സോയാബീൻ മീലിന്റെ കയറ്റുമതി 12.06 ലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട്. UAE, ഇറാൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉയർന്ന ഇറക്കുമതിയുണ്ടായതാണ് കാരണം. ലോകവിപണിയിൽ സോയാബീൻ മീലിന്റെ വിതരണം വർദ്ധിച്ചത് കിടമത്സരം വർദ്ധിപ്പിച്ചു. ഇത് വരും മാസങ്ങളിൽ കയറ്റുമതി മന്ദഗതിയിലാകാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ദക്ഷിണ കൊറിയ, വിയറ്റ്നാം, തായ്ലൻഡ്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യയിൽ നിന്നും വൻതോതിൽ ഓയിൽ മിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറിയ ഉൽപാദന ശേഷി ഇരട്ടിയാക്കാൻ മാറ്റിക്സ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് പദ്ധതിയിടുന്നു. 7,500 കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പശ്ചിമ ബംഗാൾ ആസ്ഥാനമായുള്ള രാസവസ്തു നിർമ്മാണ കമ്പനിയാണ് മാറ്റിക്സ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്. പനഗഡ് ഇൻഡസ്ട്രിയൽ പാർക്കിലെ യൂറിയ പ്ലാന്റിൽ
ബ്രൗൺഫീൽഡ് വിപുലീകരണത്തിലൂടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനാണ് കമ്പനി നീക്കം. പ്രതിവർഷം 1.27 ദശലക്ഷം ടണ്ണാണ് നിലവിലെ ഉൽപാദനശേഷി. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ രണ്ടാമത്തെ വലിയ യൂറിയ ഉൽപാദകരാണ് കമ്പനി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 118% ശേഷി വിനിയോഗം നടത്തിയിട്ടുണ്ട്. കൂടാതെ 1.5 ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 223, RSS 5 218, ലാറ്റക്സ് 146, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പൂ 900, അടയ്ക്ക 280, കാപ്പിക്കുരു 225, കൊക്കോപ്പരിപ്പ് 690, കുരുമുളക് ഗാർബിൾഡ് 66,100, കുരുമുളക് അൺഗാർബിൾഡ് 64,100, ഏലയ്ക്ക 2800 മുതൽ 2850 വരെ, വെളിച്ചെണ്ണ 21,400, കൊപ്ര 16,900, ചുക്ക് 32,500.